ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് സ്കൂട്ടർ എടുക്കുവാനായിട്ട് ഒത്തിരി ആഗ്രഹിച്ച് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ടാവാം. സ്കൂട്ടർ എടുത്തിട്ട് അത് മാറ്റി കുറച്ചും കൂടി നല്ല സ്കൂട്ടർ ആക്കണമെന്നോ അല്ലെങ്കിൽ പുതിയ മോഡലാക്കണമെന്നോ ഒക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവാം. ഇവർക്കെല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ഞങ്ങൾ ചെയ്യുന്നത്. അതായത് സ്കൂട്ടർ വിഭാഗത്തിലെ താരങ്ങൾ, അതായത് ഏറ്റവും നല്ല സ്കൂട്ടറുകൾ ഏതൊക്കെയാണെന്നും അതിൽ മികച്ച റീസെയിൽ വാല്യൂ നൽകുന്ന മോഡലുകൾ ഏതൊക്കെയാണെന്നുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് മുതൽ ഏറ്റവും കുറഞ്ഞ റേഞ്ചിൽ വരുന്ന രീതിയിലുള്ള എല്ലാ രീതിയിലുള്ള ഇന്ത്യൻ മാർക്കറ്റുകളിലുള്ള സ്കൂട്ടറുകളൊക്കെ ഇതിൽ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഹോണ്ടയുടെ ആണെങ്കിലും TVSൻ്റെ ആണെങ്കിലും അതുപോലെ യമഹ അതുപോലെയുള്ള എല്ലാ ഹീറോയുടെ ആണെങ്കിലും ഒട്ടുമിക്ക ബ്രാൻഡുകളൊക്കെ നമ്മളിതിൽ പറയാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് കണ്ടു കഴിയുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള സ്കൂട്ടർ ഏതാണെന്നോ അല്ലെങ്കിൽ ഇനി മേടിക്കാൻ പോകുന്ന സ്കൂട്ടർ ഏതാണോ അതിനേതാണ് കൂടുതൽ റീസെയിൽ വാല്യൂ ഉണ്ടാകുക എന്നും നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പായിട്ട് ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെൽ ബട്ടനും കൂടി അമർത്തിയെങ്കിൽ ഞങ്ങളിടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ എത്തിക്കുവാനായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്കൂട്ടർ വിഭാഗത്തിലെ ഏറ്റവും നല്ല സ്കൂട്ടറുകൾ ഏതൊക്കെയാണെന്നും മികച്ച റീസെയിൽ വാല്യൂ നൽകുന്ന മോഡലുകൾ ഏതൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ബൈക്കുകൾ പോലെ തന്നെ സ്കൂട്ടറുകൾക്കും ഇന്ന് വിൽപ്പന കൂടി വരുന്ന ഒരു സ്ഥിതിയാണ് കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ധനവില കുതിച്ചുയരുന്ന നിലവിലെ സാഹചര്യത്തിൽ സ്കൂട്ടറുകൾ ആളുകളുടെ ആദ്യ ചോയ്സായി ഇപ്പോൾ മാറുകയാണ്. അവയുടെ താങ്ങാനാവുന്ന വില മുതൽ ഉയർന്ന മൈലേജ് വരെ സ്കൂട്ടറുകൾക്ക് വിപണിയിൽ ആവശ്യക്കാരെ ഉയർത്താൻ സാധിക്കുന്നുവെന്ന് വേണം പറയുവാനായിട്ട്. മാത്രമല്ല, മോട്ടോർ സൈക്കിളുകളിൽ നിന്ന് വ്യത്യസ്തമായി ദൈനംദിന ഉപയോഗത്തിന് ഒരു സ്കൂട്ടർ വളരെ എളുപ്പമാണ്. പ്രത്യേകിച്ചും റൈഡിനും പില്യൺ റൈഡിനും പൂർണ്ണമായ സുഖം പ്രദാനം ചെയ്യുന്ന കാര്യത്തിൽ. മാത്രമല്ല, ഇപ്പോഴത്തെ മിക്ക സ്കൂട്ടറുകളും മൃദുവായ സസ്പെൻഷൻ സജ്ജീകരണത്തോടെയാണ് വരുന്നത്. ഇത് നഗര റോഡുകൾക്ക് അനുയോജ്യമാക്കുന്നതോടെ യാത്രാസുഖവും വർദ്ധിക്കുന്നു. അതിനാൽ ഇന്ത്യയിലെ സെക്കൻഡ് ഹാൻഡ് ഇരുചക്ര വാഹന വിപണിയിൽ നിങ്ങൾ വിൽക്കുമ്പോൾ ഭൂരിപക്ഷം സ്കൂട്ടറുകളും നിങ്ങൾക്ക് മാന്യമായ വില നേടാൻ കഴിയും എന്നതിനാൽ അതിശയിക്കാനില്ല. എന്നാൽ ഏറ്റവും മികച്ച റീസെയിൽ മൂല്യം നേടാൻ നിങ്ങളെ സഹായിക്കുന്ന സ്കൂട്ടറുകൾ ഏതാണ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത്തരത്തിലുള്ള കുറച്ച് മോഡലുകളെയാണ് ഇവിടെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് എന്ന് പറയാൻ പറ്റില്ല, നിങ്ങൾക്ക് അറിയുന്ന സ്കൂട്ടറുകളൊക്കെ തന്നെയാണ്. എങ്കിലും നിങ്ങൾക്ക് അറിയുവാൻ വേണ്ടിയിട്ട് എത്രൻ്റെ കൂടുതൽ റീസെയിൽ വാല്യൂ ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ആദ്യമായി നമുക്ക് നോക്കാവുന്ന ഒന്നാണ് നമുക്കെല്ലാവർക്കും ഒരുപോലെ പ്രിയപ്പെട്ട, എല്ലാവർക്കും മാർക്കറ്റിൽ ഒത്തിരി അധികമുള്ള സുസുക്കി ആക്സസ് 125. ഉപഭോക്താക്കൾക്ക് മികച്ച പുനർവിൽപ്പന മൂല്യം വാഗ്ദാനം ചെയ്യുമെന്ന് ഉറപ്പുള്ള മറ്റൊരു മോഡലാണ് സുസുക്കി ആക്സസ് 125 ശ്രേണിയിൽ മികച്ച ഇന്ധനക്ഷമതയുള്ള സ്കൂട്ടറാണിത്. മാത്രമല്ല, സുഖപ്രദമായ ഇരിപ്പിടത്തിനായി നീളമുള്ള സീറ്റ്, വലിയ സാധനങ്ങൾ ഉൾക്കൊള്ളാൻ ഇടയുള്ള ഫുഡ് ബോർഡ് എന്നിവ മറ്റ് സവിശേഷതകളാണ്. ക്ലീനർ എമിഷനുകൾക്കുള്ള ഫ്യുവൽ ഇഞ്ചക്ഷൻ സ്റ്റാൻഡേർഡ് LED ഹെഡ്ലാമ്പുകൾ, എല്ലാ വേരിയൻറ്റുകളുമുള്ള ബാഹ്യ ഫ്യുവൽ ഫില്ലർ, പുതിയ ഇക്കോ അസിസ്റ്റൻ്റ് ഇലുമിനേഷനോട് കൂടിയ രൂപകൽപ്പന ചെയ്ത ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ എന്നിവയെല്ലാം സ്കൂട്ടറിൻ്റെ സവിശേഷതയാണ്. ഈ ഘടകങ്ങളെല്ലാം ഉപഭോക്താവിന് ഇത് ഒരു മികച്ച മൂല്യനിർണ്ണയമാണ് എന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നുവെന്ന് വേണം പറയുവാനായിട്ട്. മാർക്കറ്റിൽ അല്ലെങ്കിൽ റോഡുകളിൽ ഒത്തിരി കാണുന്ന ഒരു മോഡലാണ്. എന്തുകൊണ്ടും ഒരു വെറൈറ്റി മോഡൽ എന്ന് വേണമെങ്കിൽ പറയാം. മറ്റുള്ള സ്കൂട്ടറുകളെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ വളരെയധികം വ്യത്യസ്തതയോടുകൂടിയ ഡിസൈനോട് കൂടിയിട്ടുള്ള ഒരു മോഡലാണ് സുസുക്കി ആക്സസ് 125 എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മാർക്കറ്റ് റേഞ്ചിനെ നമ്മൾ അപേക്ഷിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ മറ്റുള്ള സ്കൂട്ടറുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം നമുക്കൊരു 60% നമുക്ക് റീസെയിൽ വാല്യൂ കണക്കാക്കാവുന്ന, 60 മുതൽ 70% വരെയൊക്കെ റീസെയിൽ വാല്യൂ കിട്ടാവുന്ന ഒരു സ്കൂട്ടറാണ് ആക്സസ് 125 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു സ്കൂട്ടറാണ് TVS സ്കൂട്ടി പെപ്ലസ്.
കുറേ വളരെയധികം വർഷങ്ങളായിട്ട് കേരളത്തിലുള്ളവർ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ളവരൊക്കെ ജനഹൃദയങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ സ്നേഹിക്കുന്ന ഒരു സ്കൂട്ടറാണ്. വീട്ടിലെ ഒരു പെറ്റിനെ പോലെ എല്ലാവരും കാണുന്ന ഒരു സ്കൂട്ടറാണ് ടി വി എസ് സ്കൂട്ടി എന്ന് പറയുന്നത്. സ്കൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോമൺ വേർഡായിട്ട് ഒരു സമയത്ത് മാറിയിരുന്നു. സ്കൂട്ടി മേടിച്ചു എന്നൊക്കെ പറയുന്നൊരു സ്റ്റൈൽ ഉണ്ടായിരുന്നു മുൻപൊക്കെ. അപ്പോൾ ഈ സ്കൂട്ടി എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ടതാണ്, ഉപയോഗിക്കാനും എളുപ്പമാണ്, ആർക്കും യൂസ് ചെയ്യാവുന്നതാണ്. വെയിറ്റ് എന്ന് പറയുന്ന മറ്റുള്ള പല സ്കൂട്ടറുകളുടെയും ഒരു പ്രശ്നമാണ് വെയിറ്റ് എന്നുകൊണ്ട്. അതായത് സ്ത്രീകൾക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ വെയിറ്റ് കൂടുന്ന ഒരു പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഏറ്റവും ഗുണമുള്ള ഒന്നാണ് വെയിറ്റ് കുറഞ്ഞ കാര്യക്ഷമത കൂടിയ ഒരു സ്കൂട്ടർ എന്ന് പറയുമ്പോൾ അത് സ്കൂട്ടി പെപ്പ് തന്നെയാണ്, അല്ലെങ്കിൽ സ്കൂട്ടി തന്നെയാണ് എല്ലാവർക്കും ഏറ്റവും താല്പര്യപ്പെടുന്ന ഒരു മോഡൽ എന്ന് പറയുന്നത്. അതിൽ ഇനി ഈ സ്കൂട്ടിയുടെ കാര്യങ്ങൾ നോക്കാം. ഈ ലിസ്റ്റിലെ ആദ്യകാല റിലീസുകളിൽ ഒന്നായ ടി വി എസ് സ്കൂട്ടി പ്ലസ് ഇപ്പോഴും വിപണിയിൽ ലഭ്യമായ ഏറ്റവും ചെലവ് കുറഞ്ഞ സ്കൂട്ടർ എന്ന നിലയിൽ അതിൻ്റെ സ്ഥാനം ആസ്വദിക്കുന്നു. ഏകദേശം ഒരു 70,000-75,000 രൂപയോളമാണ് ഇന്ന് മാർക്കറ്റിൽ പുതിയ വാഹനത്തിൻ്റെ BS6 മോഡലിൻ്റെയൊക്കെ പ്രൈസ് വരുന്നത്. വാങ്ങുന്നവർക്കിടയിൽ ഇത് വ്യക്തിപരമായി പ്രിയപ്പെട്ടതാണ്. യുവാക്കൾക്ക്, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കും സ്ത്രീകൾക്കും അനുയോജ്യമായ രീതിയിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന സ്കൂട്ടി പെപ്പ് പ്ലസ് ഭാരം കുറഞ്ഞ ഒരു സ്കൂട്ടറാണ്. സ്കൂട്ടി പെപ്പ് പ്ലസിൻ്റെ BS6 പതിപ്പിന് കരുത്തേകുന്നത് 2 വാൽവ് ഹെഡോട് കൂടിയ 87.8 cc എയർ കൂൾഡ് സിംഗിൾ ചേംബർ മോട്ടറാണ്. സ്പീഡോമീറ്റർ, ഓഡോമീറ്റർ, ഫ്യൂവൽ ഗേജ്, രണ്ടറ്റത്തും ചെറിയ 110 mm ഡ്രം ബ്രേക്കുകൾ എന്നിവയുടെ പൂർണ്ണമായ അനലോഗ് മീറ്റർ കൺസോൾ പോലെയുള്ള പ്രധാന ഘടകങ്ങൾ മാത്രം വാഗ്ദാനം ചെയ്യുന്ന ഒരു പ്രാഥമിക യാത്രാ മോഡലാണ് ഈ സ്കൂട്ടർ. സാമ്പത്തിക നടപടികൾക്കുള്ള കുറഞ്ഞ യൂണിറ്റ് ബൾബ് കൂടിയാണ് ഹെഡ്ലൈറ്റ് വരുന്നത്. ഈ സവിശേഷതകളെല്ലാം അതിൻ്റെ കുറഞ്ഞ അറ്റകുറ്റപ്പണി ആവശ്യങ്ങൾ, ശക്തമായ ബിൽറ്റ്, വിശ്വസ്തത എന്നിവയുമായി സംയോജിപ്പിച്ച് സെക്കൻഡ് ഹാൻഡ് ഇരുചക്ര വാഹന വിപണിയിൽ ഇതിന് എല്ലായ്പ്പോഴും വലിയ ഡിമാൻഡ് ഉണ്ട് എന്ന് ഉറപ്പാക്കുന്നുണ്ട്. വാഹനത്തിൻ്റെ രൂപവും ഭാവമൊക്കെ കാണുമ്പോൾ വിചാരിക്കും അതിനധികം വലിക്കുവാനുള്ള അല്ലെങ്കിൽ ഭാരം താങ്ങുവാനുള്ള ശേഷിയില്ല എന്നൊക്കെ വിചാരിക്കും. പക്ഷേ നല്ല ലോഡ് എടുക്കുന്ന അല്ലെങ്കിൽ വെയിറ്റ് കൊണ്ട് യാത്ര ചെയ്യാവുന്ന 2 പേർക്കും 3 പേർക്കൊക്കെ നിയമപരമായ അലൗഡ് അല്ലെങ്കിൽ പോലും ഒരു ഫാമിലിക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാവുന്ന ഒരു മോഡലാണ് ടി വി എസ് സ്കൂട്ടി എന്ന് പറയുന്നത്. നിലവിൽ നമ്മുടെ മാർക്കറ്റ് വാല്യൂ വെച്ച് നോക്കുമ്പോൾ ഏകദേശം നമുക്കൊരു 75% നമുക്ക് വിപണിയിൽ ഒരു റീസെയിൽ വാല്യൂ ലഭിക്കുന്ന ഒരു മോഡലാണ്. ഒട്ടും വില കുറയാതെ തന്നെ നമുക്ക് മാർക്കറ്റിനനുസരിച്ച് വില കിട്ടുന്ന ഒരു മോഡലാണ് ടി വി എസ് സ്കൂട്ടി എന്ന് പറയുന്നത്. ഒരു 15 വർഷം പഴക്കമുള്ള വണ്ടിയാണെങ്കിൽ പോലും ഏകദേശം ഒരു 15,000-13,000 രൂപയ്ക്ക് വരെ വീണ്ടും വിൽക്കാവുന്ന ഒരു മോഡലാണ് ടി വി എസ് സ്കൂട്ടി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ടി വി എസ് ജൂപ്പിറ്റർ, അതായത് വളരെയധികം ഓളം സൃഷ്ടിച്ചൊരു മോഡലാണ് ടി വി എസ് ജൂപ്പിറ്റർ. വളരെയധികം പരിഷ്കൃതമായിട്ടുള്ള രൂപകൽപ്പനയാൽ ഡിസൈൻ ചെയ്ത ഏറ്റവും പുതിയ മോഡൽ വരെ ഇപ്പോൾ വന്നിരിക്കുന്നത്. 2 ഹെൽമെറ്റ് വരെ നമുക്കതിൻ്റെ സീറ്റിൻ്റെ അടിയിൽ സൂക്ഷിക്കാവുന്ന അത്രയും സ്റ്റോറേജാണ് ഇപ്പോൾ പുതിയ ടി വി എസ് ജൂപ്പിറ്റർ ഇപ്പോൾ വാഗ്ദാനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ടി വി എസ് ജൂപ്പിറ്റർ ഇപ്പോൾ ആളുകൾക്ക് എല്ലാവർക്കും വളരെ പ്രിയമായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു മോഡലും കൂടിയാണ്. അതിൻ്റെ വിലയാണെങ്കിലും അതുപോലെ അതിൻ്റെ യാത്രാ സുഖമാണെങ്കിലും അതിൻ്റെ മൈലേജിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ പലർക്കും അറിയാമെങ്കിലും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന സ്കൂട്ടറുകളെ സംബന്ധിച്ചിടത്തോളം ടി വി എസ് ജൂപ്പിറ്റർ 2ാം സ്ഥാനത്താണ്. അതിൻ്റെ ഭംഗിയുള്ള രൂപം മുതൽ ഉയർന്ന പ്രവർത്തനക്ഷമതയും മികച്ച വിൽപ്പനയുമാണ് മോഡലിന് നേടിക്കൊടുക്കുന്നത്. മാത്രമല്ല ലിറ്ററിന് ഏകദേശം 50 കിലോമീറ്റർ ഇന്ധനക്ഷമത മുതൽ ഉയർന്ന ട്രാഫിക് സാഹചര്യങ്ങളിലും വിശ്വസനീയമായ പ്രകടനം വരെ ഈ സ്കൂട്ടർ ഉപഭോക്താക്കൾക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റീസെയിൽ മൂല്യത്തിൻ്റെ കാര്യത്തിൽ മികച്ച ഒരു മോഡലാണ് ജൂപ്പിറ്റർ എന്ന് പറയേണ്ടി വരും. ടി വി എസ് ജൂപ്പിറ്ററിൻ്റെ മനോഹരമായ പരസ്യം നമുക്ക് അറിയാം. അമിതാഭ് ബച്ചൻ ആണ് പരസ്യം കൊടുക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള പരസ്യമാണത് നൽകിയിരിക്കുന്നത്. പല കളറുകളിൽ അവൈലബിളാണ്. വിപണിയിൽ നമുക്കൊരു കണക്ക് കൂട്ടുകയാണെങ്കിൽ ഏകദേശം ഒരു 65% വിപണിയിൽ റീസെയിൽ വാല്യൂ നൽകുന്ന ഒരു മോഡലാണ് ടി വി എസ് ജൂപ്പിറ്റർ. കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവാണെങ്കിൽ പോലും ഒട്ടും കുറവല്ലാത്ത ഒരു വിപണിയിൽ റീസെയിൽ വാല്യൂ നൽകുന്ന ഒരു മോഡലാണ് ടി വി എസ് ജൂപ്പിറ്റർ. അതുപോലെ തന്നെ വിപണി മൊത്തത്തിൽ കീഴടക്കിയിരിക്കുന്ന വിപണിയിലെ രാജാവ് എന്ന് വേണം പറയാവുന്ന നമുക്ക് ഹോണ്ട ആക്ടിവയുടെ 125 മോഡലിനെ നോക്കാം.
ഹോണ്ട ആക്ടിവ 125 പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഹോണ്ട ആക്ടിവ 125cc എഞ്ചിൻ അവതരിപ്പിക്കുന്നു. ഇത് മികച്ച പിക്കപ്പ് സാധ്യമാക്കുകയും ചെയ്യുന്നു. മികച്ച മൈലേജ്, ഉയർന്ന വിശ്വസ്തത, കുറഞ്ഞ അറ്റകുറ്റപ്പണികൾ എന്നിവ ഹോണ്ട ആക്ടിവ 6G പോലെ തന്നെ നിലനിൽക്കുന്നതിനാൽ ആക്ടിവ 125 ഉപയോഗിച്ച സ്കൂട്ടർ വിപണിയിൽ മാന്യമായ ഡിമാൻഡാണ് ഹോണ്ട ആക്ടിവ 125ന് ഉള്ളത്. നമുക്കറിയാം ഹോണ്ട ആക്ടിവ 125 കുറച്ചും കൂടി പവർഫുള്ളായിട്ടുള്ള കുറച്ചും കൂടി പുള്ളിങ് കൂടിയ വാഹനമാണ് ആക്ടിവ 6Gയെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ. അതുപോലെ തന്നെ അതിൻ്റെ മൈലേജും അതോടൊപ്പം തന്നെ കുറച്ചും കൂടി കുറയാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ റീസെയിൽ വാല്യൂവിനെ പറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു വാഹനത്തിൻ്റെ റീസെയിൽ വാല്യൂ 6Gയെ അപേക്ഷിച്ച് കുറച്ച് കുറവ് ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പോൾ ആക്ടിവയ്ക്കൊക്കെ എത്രയാണോ കിട്ടുന്നത് അതിൻ്റെ ഒരു 5%, 10% കുറവ് മാത്രമേ നമുക്ക് 125ന് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. കാരണം അതിൻ്റെ ഇന്ധനക്ഷമതയും അതുപോലെ അതിൻ്റെ മൈലേജൊക്കെ കുറവാണ് പൊതുവെ 6Gനെ. കാരണം അതിൻ്റെ പവർഫുള്ളായിട്ടുള്ള വെഹിക്കിളാണ്, പവർ കൂടുതലുള്ളതാണ് അതിനൊക്കെ പ്രധാന കാരണം. അടുത്ത് നമുക്ക് ഹോണ്ട ആക്ടിവ 6Gയിലേക്ക് പോവുകയാണെങ്കിൽ ഉറപ്പുള്ളതും എന്നാൽ മിനുസമാർന്നതും ഭാരമേറിയതും എന്നാൽ കൈകാര്യം ചെയ്യാൻ എളുപ്പമുള്ളതുമായ ഒരു സ്കൂട്ടർ ആസ്വദിക്കുമ്പോൾ ഹോണ്ട ആക്ടിവ 6G മികച്ച തിരഞ്ഞെടുക്കലാണ് എന്ന് വേണം പറയുവാനായിട്ട്. ഉയർന്ന വിശ്വസ്തതയ്ക്കും കുറഞ്ഞ പരിപാലന ചെലവിനുമായി ആഘോഷിക്കപ്പെടുന്ന ആക്ടിവ എല്ലാവരുടെയും ഹൃദയം കീഴടക്കാൻ കഴിയുന്നൊരു സ്കൂട്ടറാണ്. നിലവിൽ ഇന്ത്യയിലുടനീളമുള്ള ഏറ്റവും ഉയർന്ന പുനർവിൽപ്പന മൂല്യം ഉറപ്പാക്കിക്കൊണ്ട് നന്നായി പരിപാലിക്കുന്ന ആക്ടിവ മോഡലുകൾക്ക് നിങ്ങൾക്ക് മാന്യമായ വില തന്നെ ലഭിക്കുകയും ചെയ്യും. ഇന്ന് ഒരു സ്കൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും മനസ്സിൽ അല്ലെങ്കിൽ എല്ലാവരുടെയും വായിൽ ആദ്യം വരുന്നൊരു പേരാണ് ഹോണ്ട ആക്ടിവ എന്ന് പറയുന്നത്. ഹോണ്ട ആക്ടിവ ആക്ടിവ മേടിച്ചില്ലേ എന്നൊക്കെ അങ്ങനെയാണ് പെട്ടെന്ന് പറയുകയുള്ളൂ. ഏത് വണ്ടീനെ കണ്ടാലും ആക്ടിവ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയതിൻ്റെ കാരണം ജാപ്പനീസ് ബ്രാൻഡുകളോടുള്ള ഇന്ത്യക്കാരുടെ ആ ഒരു സമീപനവും ഇഷ്ടവും അതുപോലെ തന്നെ അതിനോടുള്ള വിശ്വസ്തതയും, കംപ്ലൈൻറ്റുകൾ കുറവാണ്, ഇന്ധനക്ഷമത കൂടുതലാണ്, അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വിശ്വാസം. അത് ഇപ്പോഴും കമ്പനി നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നു. അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആക്ടിവ 6Gക്ക് പൊതുവെ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് വില നമുക്കൊരു 70 to 80% ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് റീസെയിൽ വാല്യൂ. മറ്റുള്ള ഏത് വാഹനത്തിനേക്കാളും കൂടുതൽ, ഇപ്പോൾ ഈ പറഞ്ഞ ഏത് വാഹനത്തിനേക്കാളും കൂടുതൽ റീസെയിൽ വാല്യൂ പ്രതീക്ഷിക്കാവുന്ന വാഹനമാണ് ആക്ടിവ. അതുപോലെ തന്നെ ഇനി നമുക്ക് പറയാവുന്നത് ഹീറോയുടെ പ്ലഷറാണ്. ഹീറോയുടെ പ്ലഷറിനെ സംബന്ധിച്ചിടത്തോളം മാന്യമായ ഒരു റീസെയിൽ വാല്യൂ ഉണ്ട് എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമുക്കൊരു ഏകദേശം ഒരു 60% ഒക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനമാണ് പ്ലഷർ. മൈലേജിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നല്ല മൈലേജ് തരുന്ന ഏകദേശം ഒരു 50 കിലോമീറ്റർ, 55 കിലോമീറ്ററൊക്കെ മൈലേജാണ് ലഭിക്കുന്നത്. അതുപോലെ പിന്നെ ntorq, TVSൻ്റെ ntorq നല്ല വാഹനം, നല്ല പവർഫുള്ളായിട്ടുള്ള വാഹനം. അതിൻ്റെ ഒരു റീസെയിൽ വാല്യൂ പറയുകയാണെങ്കിൽ അതിനും ഏകദേശം നമുക്കൊരു 70% ഒക്കെ റീസെയിൽ വാല്യൂ ഉള്ള ഒരു വാഹനമാണ്. 65 to 70% ഒക്കെ റീസെയിൽ വാല്യൂ ഉള്ള ഒരു വാഹനമാണ് TVSൻ്റെ ntorq. ഇത്രയുമാണ് കൂടുതലായിട്ടും ഇന്ത്യൻ മാർക്കറ്റുകളിൽ അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിലുള്ള പ്രധാനപ്പെട്ട സ്കൂട്ടർ ലിസ്റ്റുകൾ. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾ പ്രത്യേകം വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾ എഴുതി അറിയിക്കണം. എങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് പുതിയ വീഡിയോകൾ ചെയ്യുമ്പോൾ അതും കൂടി ഉൾപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. ഞങ്ങളുടെ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ അതൊക്കെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൂടി എഴുതി അറിയിച്ചെങ്കിൽ, ലൈക്കും കൂടി ചെയ്തെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി അറിയിക്കുക. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ എത്തിക്കുവാനായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. എങ്കിൽ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബായ്.